മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. എവിടെ പ്ലാൻ സെറ്റ് എന്ത് പ്ലാൻ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്ന ഓണത്തിന് ട്രിപ്പ് വന്ന പ്ലാൻ പറട്ടാ. അതായത് സംഭവം എന്തെന്ന് വെച്ചാല് നമ്മള് ഫസ്റ്റ് നേരെ കന്യാകുമാരി വിടുന്നു. കന്യാകുമാരി അവിടെ നേരെ മൂന്നാർ, അവിടുന്ന് വട്ടവട വന്ന് കറങ്ങിയിട്ട് നേരെ മംഗലം. എടാ മണ്ടക്കൊണാപ്പി, ഈ സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്നറിയൂ? അറിയാലോ, കന്യാകുമാരി തമിഴ്നാട്ടില്, മൂന്നാറ് കേരളത്തില്, മംഗലാപുരം മംഗലാപുരം ഇവിടെ അല്ലേ? ഇവിടെ കർണാടക. മൂന്ന് ചേച്ചി, ഈ മൂന്ന് രാജ്യത്താണ് കിടക്കണത്. മൂന്ന് സംസ്ഥാനം. എന്റെ പൊന്നനിയ, എടാ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോ അത് പോകാൻ പറ്റുന്നതായിരിക്കണം, മനസ്സിലായ? ഇവിടൊക്കെ എന്താ പോകാൻ പറ്റൂലേ? വണ്ടിയൊക്കെ പോകുന്ന സ്ഥലമാണല്ലോ. നിന്റെ അടുത്തേ പറഞ്ഞിട്ട് കാര്യമില്ല, നീ എനിക്ക് പോയേ. ചേച്ചി, യാത്ര എന്ന് പറയുമ്പോ പല ദേശങ്ങള്, പല സംസ്ഥാനങ്ങള്, പല പല അരുവികള്, പല കുരുവികൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പടർന്ന് കിടക്കണേണ്. ആണാ? ഇതിനൊക്കെ കാശാല അറിവാക്കും. ചേച്ചി, നമ്മുടെ അമ്മൂമ്മയുണ്ട്, അമ്മായിയുണ്ട്, പിന്നെ നമ്മുടെ ആരൊക്കെ ഉണ്ട്, പിന്നെ ചേച്ചിയുണ്ട്. ഞാൻ ചേച്ചി കുറെ ഇപ്പൊ ചെലവാക്കും. എനിക്ക് പോടാ അവിടുന്ന്, വേറെ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. നടക്കൂല. അങ്ങനെയാണെങ്കിൽ ചേച്ചി മൂന്നാറങ്ങ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. നീയേ നിന്റെ മെറിലേയും കൂട്ടി അങ്ങ് പോയാ മതി. എന്നാ പിന്നെ ഞാൻ പോവാ. ചേച്ചി കാശ് തരൂ. വാലിക്കടെ കേക്കരുത് കേട്ടോ കേശു. പോയിട്ട് പിന്നെ വന്നേ. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. നിനക്ക് ചായ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണമെങ്കിൽ നീ കുടിച്ചോ, എന്നിട്ട് ഗ്ലാസ് കൊണ്ടൊന്ന് മര്യാദയ്ക്ക് അടുക്കള കൊണ്ടുവെക്കണം. ഇതിപ്പോ ഞാൻ എവിടെ നോക്കിയാ ഗ്ലാസ് നടന്ന് പറയ്ക്കാന്നറിയാവോ? ഒരെണ്ണം മാവിന്റെ കൂട്ടിന്ന്, ഒരെണ്ണം ഊഞ്ഞാലിന്റെ കൂട്ടിന്ന്, ഒരെണ്ണം ഇവിടുന്ന് ചായ കുടിക്കും. ഗ്ലാസ് മര്യാദയ്ക്ക് കൊണ്ടുവെക്കത്തില്ല. അതിന്റെ പുറമെ ഞാൻ നടന്നോണം പറക്കാന്. നിനക്കൊക്കെ കൊണ്ടുവച്ചാലെന്താ? മറന്നുപോയതാ നിന്റെ ഒരു മറവി. ഇനി നിനക്ക് ഗ്ലാസിനകത്ത് ഒരു തുള്ളി വെള്ളം തരത്തില്ല. കൊടുക്കരുത് അമ്മൂമ്മ, ഒരു തുള്ളി വെള്ളം പോയിട്ട് ഒരു ചായ പോലും കൊടുക്കരുത്. അമ്മൂമ്മ, ഇവനിപ്പൊ തുടങ്ങിയതൊന്നും അല്ല, ഇത് കുറെ നാളായിട്ട് ഇവൻ ഇങ്ങനെയാണ്. ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയില്ല, ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റൂല. ആരെങ്കിലും ഒരാൾ ഇവന്റെ പുറകെ ഇങ്ങനെ വാലേ നടക്കണം. എന്താണ് ഇത്? ഇവനൊരു പാഠം പഠിപ്പിക്കണം അമ്മൂമ്മ. പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. മോനെ കേശു, നീ ഇങ്ങനൊന്നും നടന്നാ പോരാ. അതിനൊക്കെ ജീവിതത്തിലേ കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം. നിനക്കും ഞാൻ എന്ത് ചെയ്ത്? ഞാൻ കുടിച്ച ചായ ഗ്ലാസ് ഒക്കെ അടുക്കള കഴുകി വെക്കാറുണ്ട്. ചായ കുടിച്ച ഗ്ലാസ് കഴുകി കൊണ്ട് വെച്ചായിരുന്നു? വെച്ചായിരുന്നല്ലോ. ഇന്നലെ നീ തുണി കഴുകിയിട്ടായിരുന്നോ? കഴുകിയിട്ടായിരുന്നു. അത് പറക്കിയായിരുന്നോ? ആരാ പറക്കിയത്? ഞാനാ പറക്കൊണ്ടുവന്നു മഴ പെയ്തപ്പം. ഈ മുട്ട് പോലും വയ്യാത്ത ഞാൻ ഓടി മഴ പെയ്തപ്പം. അമ്മൂമ്മ ഇത് മനപ്പൂർവ്വം അമ്മൂമ്മയെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി ചേച്ചി ചെയ്തല്ലേ? മനപ്പൂർവ്വം ഒന്നുമില്ല, ഞാൻ മറന്നുപോയതാ. ഓഹോ, കൊച്ചുങ്ങളായ നിങ്ങൾക്ക് മറവി, ഈ വയസ്സായ എനിക്ക് മറവിയില്ലല്ലോ. ചുമ്മാ അങ്ങ് പറഞ്ഞോളൂ. എന്തെങ്കിലും പറയുമ്പോ മറവിയാന്ന് പറഞ്ഞാൽ മതിയല്ലോ, പിന്നെ ആരും ഒന്നും പറയത്തില്ലല്ലോ. ഇനി ഇതുപോലെ എന്തെങ്കിലും മറന്നു എന്ന് എന്നോട് പറഞ്ഞാല് രണ്ടിനും ഞാൻ ശരിയാക്കും. എന്തുവാടാ ചേച്ചി കുടിച്ചിട്ട് വെച്ചാ? ഞാൻ ഇന്നത്തെ ദിവസം ചായ കുടിച്ചിട്ടില്ലല്ലോ. ഇന്നലെ കുടിച്ചായിരിക്കുമല്ലോ. ഇന്നലെ കുടിച്ചില്ല. ഇല്ല, ഇവരാമൂമ്മ രണ്ടൂടെ കിടന്നടിക്ക്. ഓ, അതെന്താ പതിയിലിടണോ? ചേച്ചി, എന്നാ പിന്നെ നമുക്ക് മൂന്നാറങ്ങ് ക്യാൻസൽ. കേശുവേ, നീ ഈ പറഞ്ഞ 3 സ്ഥലം ഉണ്ടല്ലോ, മാപ്പിന്റെ 3 ഭാഗത്തായിട്ടാണ്. അത് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നീ മാപ്പ് എടുത്തോണ്ടോ, ചേച്ചി പറഞ്ഞു തരും. മാപ്പ് എടുത്താൽ ശരിയാവില്ല. എന്താ? ചിലപ്പോ അതിനകത്ത് വേറെ 2-3 സ്ഥലം കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാലോ? എടാ, നമുക്ക് ഓണത്തിന്റെ സമയത്ത് നമുക്ക് ട്രിപ്പൊക്കെ പോവാം. പക്ഷെ എവിടെ പോണം, എങ്ങനെ പോണം എന്നുള്ളത് ഞാനും ഗൗരിയമ്മയും കൂടെ പ്ലാൻ ചെയ്യും. കുഴപ്പമുള്ളത് പറഞ്ഞാൽ മതി കേട്ടാ. എന്താടാ? പിന്നെ അല്ലാതെ പിന്നെ എനിക്ക് എന്റെ ആഗ്രഹങ്ങളില്ലേ? സ്വയം ആഗ്രഹങ്ങളുണ്ടെങ്കിലേ കയ്യിൽ സ്വയം പൈസ ഇട്ട് അങ്ങ് പോയാ മതി. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യല്ലേ? അങ്ങനെ പ്ലാൻ ചെയ്യാം. എന്നാ വാ, അങ്ങോട്ട് പോ. എന്താ ഒരു മണം? എന്റെ പൊന്നോ, ഓഫ് ചെയ്യടാ.
പിന്നെ എങ്ങനെ ഇവിടെ വന്ന് ഗ്യാസ് ഓൺ ചെയ്യണേ? ചേച്ചിയല്ലേ? അല്ല. കനകാന്റെ അമ്മൂമ്മ, കനകാന്റെ என்னடா என்னாச்சு? വീട് സ്വന്തമായിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ, അതിനു മുമ്പ് ഇതിന് തീ കൊടുത്തു. என்னாச்சு? എന്റെ അരി ഇവിടെ ഗ്യാസ് ഓൺ ആയിരുന്നു, അതിനെയാണ് ഓണാക്കിയത്. நானா? ஐயோ இல்ல ആന്റി അല്ലേ? இல்லடா, நிஜமா நான் இல்ல. ഉറപ്പാണോ? ഉറപ്പ്. പിന്നെ വേറെ ഒരാളും ഇല്ലല്ലോ, അമ്മൂമ്മയല്ലേ ഉള്ളൂ. അമ്മൂമ്മ എന്തുവാ എന്തോ ഇവിടെ ഒരു ബഹളം? அம்மா நீங்க தானே கேஸ் ஆன் பண்ணிட்டு தண்ணி வைக்க போனீங்க? അതിന് ഞാൻ വെള്ളം വെച്ചില്ലല്ലോ. அதேதான், நீங்க தண்ணி வைக்கல, ஆனா கேஸ் ஆன் பண்ணிட்டு நீங்க எங்கெங்கயோ போனீங்க. ഞാനോ? ഞാൻ ഓൺ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ തന്നെ ഓൺ ആയതായിരിക്കും. ആയിരിക്കും. അമ്മൂമ്മ, ഇത് കൊറേ കാലമായി ഗ്യാസ് ഓൺ ചെയ്യുന്നു, ഓഫ് ചെയ്യാതെ തിരിച്ചു പോകുന്നു. എപ്പോഴൊന്നും ഇല്ല, വല്ലപ്പോഴും എങ്ങാണോ അങ്ങനെ. വല്ലപ്പോഴും ചെയ്യാൻ പറ്റിയ കാര്യമാണല്ലോ ഇത്. അല്ലേലും അങ്ങനെയാണ്. ഈ അമ്മൂമ്മേ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാ തെറ്റ് ചെയ്തത് ഞാനാണ് എന്ന് സമ്മതിക്കില്ല. അതിപ്പോ അമ്മൂമ്മ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ അമ്മമാരും അങ്ങനെയാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്ത് തന്നെ സമ്മതിച്ചു തരാൻ ഭയങ്കര പാടാ. എന്നാ ഞാൻ അങ്ങനെയൊന്നും അല്ല. ആ അല്ല. അമ്മൂമ്മയെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. டேய், இந்த ஏஜ்ல அவங்க என்ன கத்துக்க போறாங்க? ഗ്യാസ് ഓൺ ആക്കി ഓഫ് ചെയ്യാൻ പഠിക്കണം. അതൊക്കെ എനിക്കറിയാം. ഓ അത് നമ്മള് കണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അമ്മൂമ്മ ചാടി കടിക്കാൻ വരുമല്ലോ. അമ്മൂമ്മ നേരത്തെ ഒരു 4 ഗ്ലാസ് ഞാൻ 4 മൂലയ്ക്ക് കൊണ്ട് വെച്ചിരുന്നു, കൊന്നില്ലെന്നേ ഉള്ളു എന്നെ. അത് മാത്രോ, ഇന്നലെ ഞാൻ ആ തുണി അഴയെന്നെടുക്കാൻ മറന്നുപോയി. അതിന് എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? ഇപ്പൊ തുണിയും വീടും മൊത്തം കൂടെ നിന്ന് കത്തിയേനെ. ഞാൻ അതിനൊക്കെ വഴക്ക് പറഞ്ഞു. അയ്യോ ഞാൻ ഓർക്കുന്നില്ല, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ആ ഇത് അമ്മൂമ്മയുടെ സ്ഥിരം പല്ലുവിയാണ്. നമ്മളൊക്കെ കണ്ണുമൂടി ചീത്ത പറയുകയും ചെയ്യും. എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാലോ എനിക്കറിയത്തില്ല, എനിക്ക് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞോ. ലച്ചു, ഞാൻ പ്രായമായ ഒരാളല്ലയോ. അപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി നിങ്ങൾ കണ്ടറിഞ്ഞു കേട്ടൊക്കെ എന്റെ കൂടെ നിക്കണ്ടേ? ശരിയാ, പ്രായമായി. ഇനിയിപ്പൊ ഞങ്ങൾക്കൊന്നും പറയാനും പറ്റില്ലല്ലോ. അല്ല, ഈ അമ്മൂമ്മ എന്നല്ലേ നേരത്തെ പറഞ്ഞേ അമ്മൂമ്മക്ക് നമ്മളെക്കാൾ ഓർമ്മയുണ്ട് പ്രായമായാലും? അതെ, ഞങ്ങള് പിള്ളേർക്കാണ് മറവി, ഇത്രയും പ്രായമായ അമ്മൂമ്മക്ക് യാതൊരു മറവിയില്ലെന്ന്. എന്നിട്ട് ഇപ്പൊ പറയണ നോക്ക് എന്ന് ഞാൻ പറഞ്ഞു. എപ്പ പറഞ്ഞു? ആരോട് പറഞ്ഞു? അമ്മൂമ്മ എന്താ അമ്മൂമ്മ കളിക്കണ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ശരി, പറഞ്ഞിട്ടില്ല, സമ്മതിച്ചെന്ന പ്രശ്നം തീർന്നില്ലേ? ശരിയായിരിക്കും. അല്ല, നിങ്ങൾ എന്തിനാ എല്ലാവരോടും കൂടെ കൂടിയിരിക്കുന്നേ? അയ്യോ, അപ്പൂപ്പൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? അമ്മൂമ്മക്ക് ശരിക്കും ഓർമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ? ஐயோ நிஜமா ஏதா இருக்குமோ? ഇത് ഇവിടുന്ന് മുങ്ങാൻ വേണ്ടി ഉടായ്പ പറഞ്ഞു. ஏய் அப்படியெல்லாம் செய்ய மாட்டாங்க, பாவம் அம்மா. പാവാ, എന്നാ പിന്നെ പിടിച്ചൊരു കൂട്ടിലിട്ട് വളർത്ത്. എന്നാലും അത്രയും മറവിയാ? ചിലപ്പായിരിക്കും. പ്രായമൊക്കെ ആയില്ലേ? ലച്ചു, ലച്ചു, കേശു, എവിടാ? എന്താ അമ്മൂമ്മ? എന്നിട്ട് വന്നേ. എന്റെ ഫോൺ കണ്ടായിരുന്നോ? ഫോണോ? അമ്മൂമ്മ പിന്നെ അടി ഉണ്ടാക്കാൻ വേണ്ടി വിളിക്കുകയാണ് അമ്മൂമ്മ. ഞാൻ അടി ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചതൊന്നുമല്ല. എന്റെ ഫോൺ കാണുന്നില്ല, റൂമിൽ വെച്ചിരുന്നതാ. அம்மா அது அங்கே எங்கேயோ இருக்கு, தேடி பாருங்க, கிடைக்கும். അങ്കെ എങ്കെ ഒന്നുമല്ല, ഞാൻ റൂമിലാ വെച്ചത്. ഇന്നലെ ഞാൻ അപ്പൂപ്പനെ വിളിച്ചായിരുന്നു, പിന്നെ ഞാൻ അത് എവിടെ വെച്ചെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഇന്നലെ? ആ ഇന്നലെ ഞാൻ വിളിച്ചായിരുന്നേ. ചേച്ചി കൈവിട്ട് പോകും തോന്നുന്നു കേട്ടോ. നേരത്തെ അല്ലേ അപ്പൂപ്പനെ വിളിച്ചേ, ഇപ്പൊ ഇന്നലെ എന്ന് പറയുന്നു. അമ്മൂമ്മ, അമ്മൂമ്മ
അമ്മൂമ്മക്ക് ശരിക്കും ആ ഫോൺ അവിടെ വെച്ചെന്ന് ഓർമ്മയില്ലേ? എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ പറയത്തില്ലയോ? ഇനിയിപ്പൊ അമ്മൂമ്മക്ക് വല്ല അന്വേഷിയും വന്നാ? എനിക്ക് അമ്ലേഷ്യൊന്നും ഇല്ല. ആ ബെസ്റ്റ്. അത് നേരെ ചൊവ്വേ പറയാനുള്ള ഓർമ്മ പോലും ഇല്ല. അമ്ലേഷ്യല്ല, അമ്നേഷ്യ. എന്തോ അമ്നേഷ്യ. അമ്നൂഷ്യം. നിങ്ങൾ എന്റെ രോഗപൂരം അന്വേഷിക്കാതെ എന്റെ ഫോണൊന്ന് കണ്ടുപിടിച്ച് തരുമോ? ഇല്ല, ഒരു മിനിറ്റ്, ഞാൻ ഫോൺ വിളിച്ചു നോക്കട്ടെ. എന്തായാലും അപ്പൊ കിട്ടായിരിക്കില്ലല്ലോ. നീന്റെ മണ്ടയ്ക്ക് വന്നു. ഫോൺ ഇവിടെ ഇരുന്നു. മറ്റേ മീനിന്റെ ഇടയിൽ ഇരുന്നു. മീനിന്റെ ഇടയിലാ? ഓ, നമ്മൾ മറ്റേ പിറ്റി തൂക്കിയിട്ടില്ലേ മീൻ, അതിന്റെ ഇടയില്. ഇതാരാ അവിടെ കൊണ്ടുവച്ചേ? ഇതാരാ അവിടെ കൊണ്ടുവച്ചേന്ന്? നമ്മളൊന്നല്ല, അമ്മൂമ്മയല്ലേ കൊണ്ടു വെച്ചേ. കേശു, ഞാനൊന്നും കൊണ്ടുവച്ചില്ല. ഞാൻ റൂമിനകത്ത് വെച്ചേക്കോന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ പിന്നെ എനിക്ക് അതാണല്ലോ പണി. അമ്മയുടെ ഫോൺ എടുത്ത് ആ മീനിന്റെ ഇടയിൽ കൊണ്ട് വെക്കല്. കൈ നിക്കും തോന്നല്ലോ കേട്ടോ, കൈവിട്ട് പോയി. മിണ്ടാതിരി പേടിപ്പിക്കാൻ. എന്തോ ഒന്ന് കുശുകുശുക്കുന്നേ? എന്തെങ്കിലും പറയണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറ. എന്തായാലും അമ്മയുടെ ഫോൺ ഇപ്പൊ കിട്ടിയല്ലോ, ഇനി അത് സൂക്ഷിക്കണേ. ഞാനേ പുറത്തോട്ട് പോയി അപ്പൂപ്പനെ ഒന്ന് വിളിച്ചിട്ട് വരട്ടെ. അടുക്കളയില്ലേ, പുറത്തോട്ട് പോണെന്നല്ലോ പറഞ്ഞേ. അയ്യോ, അതെനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല. അമ്മൂമ്മ അതാണ് പുറത്തോട്ട് പോകാനുള്ള വഴി. ഇത് അടുക്കള. അമ്മൂമ്മ പിന്നെ പുറത്തോട്ട് പോകുമ്പോഴേ അത് കണ്ട ആ ഗേറ്റ് വരെയാണ് നമ്മുടെ വഴി. അതിനപ്പുറത്തോട്ട് റോഡാണ്. അതൊക്കെ എനിക്കറിയാം. ആ ഗേറ്റിന്റെ അപ്പുറത്ത് പാറമടയാണ്. പടവലത്തെ കുളം എന്നും പറഞ്ഞെടുത്ത് ചാടരുത്, പൊടി പോലും കിട്ടൂല. അതൊക്കെ എനിക്കറിയാം. എനിക്ക് നീന്തലും അറിയാം. ഓ, അമ്നേഷ്യ ബാധിച്ച് ഞാൻ അപ്പൊ നീന്തൽ മറക്കൂലേ? എന്തരുത്, അമ്മൂമ്മക്ക് ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്, ചിലത് ഓർമ്മയില്ല. ஏய் நீ என்ன சொல்லிட்டு வர? അമ്മൂമ്മക്ക് അമ്നേഷ്യ ആണ്. ஐயோ, அப்படின்னா அது ஒரு பெரிய வியாதி தானே. ടെൻഷൻ അടിക്കല്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്മൂമ്മ അപ്പൂപ്പനെ മറന്നാട്ടോ തോന്നണേ. അതുകൊണ്ടാണ് പടവലത്തൊന്നും പോകാതെ ഇവിടെ തന്നെ നിൽക്കണത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാവും? ഇപ്പം അപ്പൂപ്പനെ ഫോൺ വിളിക്കാനില്ലേ അമ്മൂമ്മ ഓർത്തിട്ട് പോയത്? അല്ല, ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. ഈ അമ്നേഷ്യമുള്ള ചില ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ബൾബിട്ട പോലെ ആയിരിക്കും ഓർമ്മകളൊക്കെ വരിക. ഇപ്പൊ അങ്ങനെ വല്ലതുവാണെങ്കിലോ? ചേച്ചി ഇപ്പൊ പറഞ്ഞ അമ്നേഷ്യ ആയിരിക്കില്ലെന്ന്. എടാ, ഓരോന്നിങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ ഐഡിയാസ് ഒക്കെ വരുള്ളൂ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അമ്മൂമ്മ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. டேய், நான் அவன் நல்லா கவனமா பாத்துக்கிறேன்டா. கடவுளே காப்பாத்துங்களே. ഇരിക്കണ ഇരിപ്പ് കണ്ടിട്ട് എല്ലാ കുഴപ്പവും മാറിയെന്ന് തോന്നണം കേട്ടോ. ചേച്ചി ചെല്ലു. എന്താ കട്ടെ, നീ ഏതാ? നീ ഏതാന്നാ? ഞാൻ അമ്മമ്മയുടെ കൊച്ചുമോള്. കൊച്ചുമോളോ? നീ ആ KCB ജോലിയുള്ള ബാലന്റെ മോളല്ലയോ? KCB ബാലന്റെ മോളാ എന്റെ അമ്മമ്മ. ഞാൻ അമ്മമ്മയുടെ മോള് നീലിമയുടെ മോള് ലക്ഷ്മി ബാലന്റെ തമ്പി. ലക്ഷ്മിയോ? ഏത് ലക്ഷ്മി? എനിക്കറിഞ്ഞൂടാ. അമ്മമ്മ ചുമ്മാ തമാശ കളിക്കരുത് കേട്ടോ. പക്ഷേ നീ ഏതാന്ന് പറ. നീ എന്തിനാ ഇവിടെ പടവലത്ത് വന്നേ? പടവലോ? പടവലോ അല്ലേ, ഇത് പാറമട വീട്, കാക്കനാട്. അമ്മമ്മ ഇങ്ങോട്ടാണ് വന്നേക്കുന്നേ. എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞൂടെന്നാ? കേശുമോനെ, ഈ KCB ജോലിയുള്ള ബാലന്റെ മോളെന്താ ഇവിടെ?
ഇങ്ങോട്ട് നോക്ക്. എവിടെ ദാ നിൽക്കുന്നു. ചായ പക്ഷെ ബാലന്റെ മോളോടെ എടാ മണ്ട കൊണ്ടാപ്പി അമ്മൂമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ലെന്ന്. എന്താ ആ ആരും ഓർമ്മയില്ലെന്ന്. എന്നെ ഇതാരാ? ഇതാരാന്നാ ഞാൻ നിന്നോട് ചോദിച്ച? ബാലന്റെ മോളല്ലേ ഇത്? ബാലന്റെ മോള്? യാത് ബാലന്റെ മോള്? ആ തന്നെ ബാലേന്ദ്രൻ തമ്പിയുടെ മോള്. എടാ KCB ജോലിയുള്ള ബാലന്റെ മോള്. அம்மா இது நம்ம லெச்சு. ഇതേതാ ഈ പെൺകുട്ടി? ഇതേതാ ഈ പെണ്ണ്? என்னம்மா இது? நான் கனகோ. കനകയോ? ആ മധുരയിലുള്ള കനകാന്റെ ചൊക്കലിംഗമ്മയുടെ മോള്. കനക ആരാടാ ഇത്? കനകാന്റി. കയ്യിന്ന് പോയിന്നാ തോന്നണം. മൊത്തം പ്രശ്നമാണല്ലോ. ஐயோ அம்மா அம்மா ശശു ആ ബാ നമുക്ക് പാറമട വീട്ടിൽ പോവാം. പാറമട പെട്ടി എവിടെ പോ? പാറമട വീട്ടിൽ പോകാമെന്ന്. ഇത് പാറമട വീട്. അമ്മൂമ്മ ചുമ്മാ തമാശ കളിക്കരുത് കേട്ടാ. ആരുടെ അമ്മൂമ്മ? ആരുടെ അമ്മൂമ്മയെന്ന്? എടാ നീ ചോദിക്കടാ. അമ്മൂമ്മ എന്തിനാണ് പ്രശ്നം? എടാ നമുക്ക് പാറമട വീട്ടിലോട്ട് പോകാമെന്ന്. ആ പാറമട വീട്ടിലോട്ട് ഇതല്ലേ പാറമട വീട്. എന്നിട്ട് അപ്പൂപ്പൻ എവിടെ? അപ്പൊ കാശിക്ക് പോയി. കാശിക്ക് പോയോ? എന്നെ കൂട്ടാണ്ട് പോയോ? ഞാനും കൂടെ വരുന്നെന്ന് പറഞ്ഞാന്നല്ലോ. ഇനി വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. കാശിക്ക് പോയ ആള് നാളെ വരും. അപ്പൊ കൂടെ പറഞ്ഞു വിടാം. വരട്ടെ. അമ്മൂമ്മ ഇപ്പൊ പറഞ്ഞു വിടാം. നല്ല ആന്റി കുറച്ചു നേരം അമ്മൂമ്മേനെ ഒന്ന് അകത്തുകൊണ്ടേ കിടത്തു. കൂട്ടിക്കൊണ്ടുപോ. அம்மா வாங்கம்மா உள்ள போலாம். നീ ഏതാ? അമ്മൂമ്മ ഇത് എന്റെ ഫ്രണ്ടിന്റെ ചേച്ചി. 2-3 ദിവസം ഇവിടെ കാണും. അപ്പൊ ഇവളേതാ? KCB ബാലന്റെ മോള്. ആ വോട്ട് ഇവിടെ എളുപ്പം വീട്ടിൽ പോകാൻ പറ. എളുപ്പം വീട്ടിൽ പോകാൻ പറയാൻ. മഴ വരുന്നുണ്ട്. എളുപ്പം വീട്ടിൽ പോകാൻ പറ. வாங்க எழுந்திருங்க ഞാൻ എഴുന്നേറ്റോളാം. போலாம். എളുപ്പം അങ്ങ് വീട്ടിൽ പോകണം കേട്ടോ. ഓ ചേച്ചി എന്തിനാണിത്? എനിക്കറിഞ്ഞൂടത് മൊത്തത്തിൽ പോയിന്നാണ് എനിക്ക് തോന്നണേ. ചേച്ചി ഓർമ്മയില്ലല്ലേ? എന്നെ ഓർമ്മയുണ്ട്. ആ KCB ബാലനെ ഓർമ്മയുണ്ട്. അത് ശരിയാണല്ലോ. അതെങ്ങനെ സംഭവിക്കും? എനിക്ക് തോന്നണേ ചിലപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവരെയൊക്കെ അങ്ങ് മറന്നുപോയി കാണും. അതൊക്കെ പോട്ടെ. ഇനിയിപ്പൊ അപ്പൂപ്പന്റെ അടുത്ത് ഞാൻ എന്ത് സമാധാനം പറയും? എനിക്കറിഞ്ഞൂടാ. അപ്പൂപ്പന്റെ അടുത്ത്, അമ്മയടുത്ത്, അച്ഛനടുത്തൊക്കെ ഞാൻ എന്ത് പറയും? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശരിയാവൂ? ചിലപ്പോ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ തന്നെ ശരിയാവുമായിരിക്കും. ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ബാക്കി എല്ലാരും അങ്ങ് മറന്നു പോയാലോ? എല്ലാരും മറന്നു പോവാനാ? ആ ഏയ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. കുറച്ച് നോക്കാം എന്നിട്ട് കൊണ്ടുപോകല്ലേ. എന്നാലും അമ്മൂമ്മക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ. ഇത് ഒരു കുഴപ്പമില്ല നടന്ന അമ്മൂമ്മയായിരുന്നില്ല. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800800 800120. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயிரில்லையே, அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயிரில்லையே. ഒന്നുകിൽ നീ ഇത് നിർത്ത്, അല്ലെങ്കിൽ അടുത്ത വരി പാട്. அடுத்த வரி பாடுறேம்மா, நல்லா இருக்கும். பேசும் ஜென்மம் ராயல் நானா. வேண்டாமா? அப்ப ஃபர்ஸ்ட் லைனே பாடுறேன். அம்மா என்றழைக்காத உயிரில்லையே. പാട്ട് കേട്ടുള്ള ഓർമ്മയുടെ പൂണ്ട് പോകണം. എന്താ ആന്റി? தூங்கிட்டு இருந்தாங்க, இப்போ எழுந்திருச்சாங்க. എന്തായാലും ജയിച്ചു പോയേ. ആ പറഞ്ഞ കാര്യമൊക്കെ ചെയ്യും. എന്നെ മാത്രമല്ലേ ഓർമ്മയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാം. ഓക്കെ ഓക്കെ. അമ്മൂമ്മോ അമ്മൂമ്മോ നീ ഏതാ? നീ ഏതാ? ഞാനാ? அம்மா பாருங்க, நான் கேச்சு அம்மா. കനകം, ഈ കൊച്ചേതാ? அப்ப உங்களுக்கு என்ன ஞாபகம் இருக்கா? டேய், அம்மாக்கு ஒரு பிரச்சனையும் இல்லடா. என்ன ஞாபகம் இருக்கு? ജയിച്ചു പോ. എന്റെ അടുത്ത് ഇപ്പൊ എന്നെ മറന്നില്ലേ?
ചേച്ചി ആ ഒന്ന് വരുമോ? എന്താ എന്നെ മറന്ന്. ഏ എല്ലാം പോയി, എന്നെ മറന്നു. ஆனா என்ன ஞாபகம் இருக்கு? கனகம் சொன்னாங்க. അമ്മുമ്മ ലച്ചുമോളെ ഏ? ഇതാരാ? ഏ എന്താ വിളിച്ചേ? ലച്ചുമോള് എടാ അമ്മുമ്മക്ക് എന്നെ ഓർമ്മയുണ്ട്, നിന്നെയാണ് ഓർമ്മയില്ലാത്തെ. അപ്പൊ ആക്ച്വലി ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങ വെട്ടറാ. ചേച്ചി പോയേച്ചി അവിടുന്ന്. ടിസ്റ്റ് ചെയ്ത് കളിക്കണ. ആദ്യം ഒരാളെ ഓർമ്മ വരും, മറ്റേയാളെ മറക്കും, മറ്റേയാളെ ഓർമ്മ വരും, ഇയാളെ മറക്കും. ഇത് ശരിയാവില്ല കേട്ടോ. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഓ എടാ നീ ആദ്യം ഒച്ച എടുക്കുന്നത് നിർത്ത്. 10 മിനിറ്റ് ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. லெச்சு ஆம்புலன்ஸா? പിന്നെ അല്ലാണ്ട് ഈ അവസ്ഥയിൽ ഓട്ടോയിലും ബസ്സിലും കാറിലൊക്കെ എങ്ങനെ കയറ്റി കൊണ്ടുപോണേ? പോകുന്ന വഴിക്ക് ഓർമ്മ മൊത്തം പോയി കഴിഞ്ഞാൽ വണ്ടി നമുക്ക് എങ്ങനെ എടുത്ത് ചാടിയാലാ ഓടിയാലാ? അപകടമാണ്. அப்ப நம்ம அம்மாவை ஹாஸ்பிட்டல் எடுத்துட்டு போறோம். ആ ഞാൻ ഡോക്ടറെ വിളിച്ച് എല്ലാം കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഇപ്പൊ പ്രായമൊക്കെ ആയല്ലോ, പ്രായമായ ചിലവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവര് ഫുള്ളായിട്ട് അങ്ങ് നോക്കിക്കോളും, നമുക്ക് വേറെ ടെൻഷൻ ഒന്നുമില്ല. அப்படின்னா யாராச்சும் கூட உட்கார வேண்டாமா? കൂടെ ഉക്കാര വേണമെന്ന് വെച്ചാൽ മാറി മാറി നിക്കാലോ. ആരെയാണോ ആ സമയത്ത് അമ്മൂമ്മയ്ക്ക് ഓർമ്മയുള്ള അവർ നിന്നോട്ടെ. അതാണെന്നല്ല. അമ്മൂമ്മ പേടിക്കണ്ട, ആംബുലൻസ് ഇതാ എത്തി, നമുക്ക് പോവാം. അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ല മക്കളെ. എന്റെ അമ്മൂമ്മ പേടിക്കണ്ട, ഞങ്ങളെക്കാളും വൃത്തിയായിട്ട് ഹോസ്പിറ്റലിലുള്ളവർ അമ്മൂമ്മനെ നോക്കിക്കോളൂ. കേശുമോനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല അമ്മൂമ്മ, ഏഹ് എന്നെ ഓർമ്മ വന്നാ? കേശു അപ്പൊ നിങ്ങൾ ഓർമ്മയായി കാണും. ഇല്ല, ഇത് ലച്ചു, ഇത് കേശു, ഇത് കനകം, ഞാൻ ചോനർത്തല ഭവാനി. എനിക്ക് ഓർമ്മയുണ്ട്. അല്ല അമ്മൂമ്മ, നമുക്ക് ഇപ്പൊ ഓർമ്മ വന്നിട്ട് കുറച്ച് കഴിയുമ്പോ ചിലപ്പോ ഓർമ്മ പറയാൻ പറ്റില്ല. ഇല്ല, ഞാൻ ചോനറത്തല ഭവാനി. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പടവലത്തല്ല, പാറമട വീട്ടില്. ഓർമ്മയില്ല എനിക്ക്. ഒരു അരമണിക്കൂർ ഇനിയിപ്പോ വന്ന ഓർമ്മയൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങൾ വിടൂലേ, അതുകൊണ്ട് ആശുപത്രി പോകാൻ പാ. എനിക്ക് ഓർമ്മയൊന്നും അങ്ങനെ പോകത്തില്ല. അങ്ങനെ അമ്മൂമ്മയ്ക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും? മക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഓർമ്മപ്പിശകൊന്നും ഇല്ല. പിന്നെ ഞാൻ ഓർമ്മക്കുറവുണ്ടെന്നേ ചുമ്മാ അഭിനയിച്ചതാ. ആ അടുക്കള ഗ്യാസ് ഓൺ ചെയ്തിട്ടിരുന്നതിന് നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞില്ലേ? വീണ്ടും അതിൻ്റെ പേരിൽ പുച്ഛവേറ്റ് വാങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ അംബ്ലീഷി അഭിനയിച്ചതാ. ശരിക്കും. അമ്മൂമ്മേ, ഞങ്ങൾ എപ്പോഴും അടുക്കളയിൽ വെച്ച് അമ്മൂമ്മനെ വഴക്ക് പറഞ്ഞേ? എന്നെ നിങ്ങൾ വഴക്ക് പറഞ്ഞായിരുന്നു അടുക്കള വെച്ച്? ഞങ്ങൾ വഴക്ക് പറഞ്ഞാ കണാന്റെ നമ്മൾ അടുക്കള വെച്ച അമ്മൂമ്മ എല്ലാം പറഞ്ഞ? இல்ல சுத்தமா சொல்லல. കണ്ടാ? അയ്യോ വഴക്ക് പറഞ്ഞായിരുന്നു ഗ്യാസ് ഓൺ ചെയ്തിട്ടേക്കുന്നതിന്. ഇത് വേറെ എന്തോ പിച്ച് പേയൊക്കെ പറയുന്നുണ്ട് കേശു. ഇത് നമ്മുടെ കൈ നിൽക്കില്ല കേട്ടോ. ഇത് വേറെ ടോപ്പ് റേഞ്ചൊക്കെ കയറുന്നു, വേറെ ഓർമ്മയൊക്കെ ഇല്ലാതായിട്ട് വേറെ ഓർമ്മയൊക്കെ കയറി കയറുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരെ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. കൊണ്ടുപോവല്ലേ? അങ്ങോട്ട് എനിക്ക് അംബ്ലീഷ് ഇല്ല. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.